കാനഡയിൽ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി മാർക്ക് കാർണി ഏപ്രിൽ 28-നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയായി ചുമതലയേറ്റ് 2 ആഴ്ചയ്ക്കുള്ളിലാണ് പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മധു കൊട്ടാരക്കര തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്കാണ് ഇനി. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ മാർക്ക് കാർണി 10 ദിവസം പിന്നിടുമ്പോൾ ഇടക്കാല പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 28-ന് ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്യായമായ വ്യാപാര നടപടികളും കാനഡയുടെ പരമാധികാരത്തിനെതിരായ ഭീഷണികളും കാരണം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയെയാണ് രാജ്യം നേരിടുന്നതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. മാർച്ച് 14-നാണ് കാനഡയുടെ 24-ാം പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി സത്യപ്രതിജ്ഞ ചെയ്തത്. ഗവർണർ ജനറൽ മേരി സൈമണെ സന്ദർശിച്ചാണ് കാർണി പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയായി കാർണി ചുമതലയേറ്റ് 2 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഹൗസ് ഓഫ് കോമൺസിലെ 343 സീറ്റുകളിലേക്കും ജില്ലകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം 37 ദിവസം നീണ്ടു നിൽക്കും. ജനുവരിയിൽ ജസ്റ്റിൻ ട്രൂഡോ രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മാർച്ച് 9-ന് മാർക്ക് കാർണി പ്രധാനമന്ത്രിയായി അധികാരത്തിലേറിയത്. അമേരിക്കയോടും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും എതിരിടുന്നതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് കാർണി അതിവേഗം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കടുത്ത ഡൊണാൾഡ് ട്രംപ് വിരുദ്ധനായി അറിയപ്പെടുന്ന കാർണിക്ക് ഇപ്പോൾ ജനപിന്തുണ കൂടുതലാണെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സർവേകൾ പറയുന്നത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.